നമ്മൾ ഇനി മീൻ എർഗോഡിക് പ്രോസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തത്, നമ്മുടെ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ എന്ന് പറയാം. എന്താ ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ അല്ലെ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് തരില്ല. എക്സ് ഓഫ് ടി എന്താണെന്ന്, നമ്മുടെ റാൻഡം പ്രോസസ്സ് എന്താണെന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മീൻ എർഗോഡിക് തിയറം ആണ്. എന്താ മീൻ എർഗോഡിക് തിയറത്തിൽ പറയുന്നത്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണെന്ന് പറയാം. നമ്മൾ ചെയ്തിട്ട് ഈക്വൽ ടു 0 കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ മീനിങ്? നമ്മുടെ റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് അല്ല. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മീൻ എർഗോഡിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. A random process defined by x of t is equal to a cos omega t plus b sin omega t, where a and b are random variables with expectation of a is equal to expectation of b is equal to 0. Show that the process x of t is mean ergodic. അപ്പോൾ നമുക്ക് റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എക്സ് ഓഫ് ടി, നമ്മുടെ റാൻഡം പ്രോസസ്സ് തന്നിട്ടുണ്ട്. എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മുടെ റാൻഡം പ്രോസസ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എയും ബിയും ആണ് റാൻഡം വേരിയബിൾസ്. അതിന് മീനിങ് എന്താണ്? എയും ബിയും ഒഴികെയുള്ള ബാക്കി എല്ലാവരും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോസ് ഒമേഗ ടി ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ ഒമേഗ ടി ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കേസ് 1 ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത്? എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആവണമെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ആർ എച്ച് എസ് കണ്ടെത്താം. എന്താണ് ആർ എച്ച് എസ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി അല്ലെ. എക്സ് ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്, അത് അവിടെ റീപ്ലേസ് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെക്ടേഷന്റെ ഒരു പ്രോപ്പർട്ടി അറിയാലോ. എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു എ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എക്സ്പെക്ടേഷൻ ഓഫ് വൈ അല്ലെ. എയും ബിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എക്സും വൈയും റാൻഡം വേരിയബിൾസും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കൂ, എയും ബിയും ആണ് റാൻഡം വേരിയബിൾസ്. കോസ് ഒമേഗ ടിയും സൈൻ ഒമേഗ ടിയും ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് എന്ത് വരും? കോസ് ഒമേഗ ടി എക്സ്പെക്ടേഷൻ ഓഫ് എ പ്ലസ് സൈൻ ഒമേഗ ടി എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്ന് വരും അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എയും എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്താണ്? 0 ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആരായി പോവും? 0 ആയി പോവും. അപ്പൊ നമുക്ക് ആർ എച്ച് എസ് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി എൽ എച്ച് എസ്, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ നമ്മൾ ചെയ്ത് അത് 0ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇനി എൽ എച്ച് എസ് ഒന്ന് ചെയ്ത് നോക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. എന്താണ് എക്സ് ടി ബാർ? എക്സ് ടി ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് ഓഫ് ടി റീപ്ലേസ് ചെയ്തൂടെ? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ ഇന്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എ കോസ് ഒമേഗ ടി ഡി ടി പ്ലസ് 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ബി സൈൻ ഒമേഗ ടി ഡി ടി. ഞാൻ ഇന്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് അറിയുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രൽ മൈനസ് എ ടി എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 integral 0 to a f of x dx when f of x is even function, also which is equal to 0 when f of x is
ഓൾ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്റഗ്രേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? കോസിന്റെ എല്ലാ ഫംഗ്ഷൻസും എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഒമേഗ ടി എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്തൂടെ? ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താ വരിക? 0 ആയിരിക്കും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് ആൻസർ കിട്ടുക. ഇതിനെ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്ത് മാറ്റി എഴുതിക്കൂടെ? സോ നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എ കോസ് ഒമേഗ ടി ഡി ടി. കോസ് ഒമേഗ ടി ഈവൻ ആയതുകൊണ്ട് ഈ റിസൾട്ട് യൂസ് ചെയ്യാം അല്ലെ. 2 ഇന്റഗ്രൽ 0 ടു ടി എ കോസ് ഒമേഗ ടി ഡി ടി പ്ലസ് ഈ ഭാഗം കംപ്ലീറ്റ് ആരായി പോകും? 0 ആയി പോകും. ഇനി നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. എന്തുവരും ഇവിടെ? ഈ 2 ക്യാൻസൽ ആയി പോയി. ബാക്കി ആരുടെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/t ഇന്റഗ്രൽ എ കോസ് ഒമേഗ ടി ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്താ വരിക? എ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ വരും. ഇനി ലിമിറ്റ് കൊടുക്കണം 0 ടു ടി. ഇനി എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/t. അപ്പർ ലിമിറ്റ് ആരാണ്? ക്യാപിറ്റൽ ടി ആണ്. സ്മോൾ ടിക്ക് നമ്മൾ ക്യാപിറ്റൽ ടി കൊടുക്കുക. എ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ മൈനസ് 0 ബൈ ഒമേഗ ഇങ്ങനെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ടി ഇങ്ങനെ എഴുതി കൂടെ എനിക്ക്? ഞാൻ ഒമേഗേനെ ആദ്യം എഴുതി, ടീനെ പിന്നെ എഴുതി. നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ബേസിക് റിസൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ. ഇതിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് അല്ലേ, അതിനെ ഔട്ട് സൈഡ് എടുക്കാം. എ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ടി. ഓക്കെ, ഇവിടെ ഈ റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എക്സിന്റെ പൊസിഷനിൽ ആരാ വന്നിട്ടുള്ളത്? ഒമേഗ ടി. സോ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ലിമിറ്റ് എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. സോ എ ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് RHSും 0 കിട്ടി, LHSും 0 കിട്ടി. Therefore ലിമിറ്റ് t tends to infinity xt bar is equal to expectation of x of t. So x of t എന്ന് പറയുന്നത് എന്താണ്? Is mean ergodic process. Clear? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The random binary transmission process x of t is a WSS process with a zero mean and autocorrelation function r of tau is equal to 1 minus mod tau by t, where t is a constant. Find the mean and variance of time average of x of t over open interval 0 capital T. Is x of t mean ergodic? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് WSS പ്രോസസ് ആണ്. അതിന്റെ മീൻ എത്രയാണ്? 0 ആണ്. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആർ ഓഫ് ടോ എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് ടോ ബൈ ടി ആണ്. ഇവിടെ ടി കോൺസ്റ്റന്റും ആണ്. എന്നിട്ട് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ടൈം ആവറേജിന്റെ മീനും വേരിയൻസും ആണ്. കൂടാതെ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? റാൻഡം പ്രോസസ്സിന്റെ എക്സ്പെക്ടേഷൻ മീൻ എത്രയാണ് തന്നിട്ടുള്ളത്? 0 ആണ്. റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ RXX ഓഫ് ടോ എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് ടോ ബൈ ടി ആണ്. ഇനി നമുക്ക് എന്താണ് കണ്ടെത്താനുള്ളത്? നമ്മുടെ ടൈം ആവറേജിന്റെ മീൻ കണ്ടെത്തണം. എങ്ങനെയാണ് ടൈം ആവറേജിന്റെ മീൻ കണ്ടെത്തുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ അത് കണ്ടെത്തണം. നമ്മൾ ഓൾറെഡി ഒരു നോട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 ആണെന്ന്. Therefore ടൈം ആവറേജിന്റെ മീൻ എന്ന് പറയുന്നത് എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് എന്ത് കണ്ടെത്തണം? നമ്മുടെ ടൈം ആവറേജിന്റെ വേരിയൻസ് കണ്ടെത്തണം. വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? 1/t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി 1 മൈനസ് മോഡ് ടോ ബൈ ടി സി എക്സ് എക്സ് ഓഫ് ടോ ഡി ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആരറിയണം? സി എക്സ് എക്സ് ഓഫ് ടോ അറിയണ്ടേ? എന്താണ് സി എക്സ് എക്സ് ഓഫ് ടോന്റെ ഇക്വേഷൻ? സി എക്സ് എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടോ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ സി എക്സ് എക്സ് ഓഫ് ടോയുടെ ഇക്വേഷൻ. ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇതാണ് വരിക. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ RXX ഓഫ് ടോ തന്നിട്ടുണ്ട്. അതെന്താണ്? 1 മൈനസ് മോഡ് ടോ ബൈ ടി ആണ്.
അല്ലെ? മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താണ്? 0 ആണ്. അപ്പോ 0 വരും. ദാറ്റ് മീൻസ് സി എക്സ് ഓഫ് ടോ എന്ത് കിട്ടും നമുക്ക്? 1 മൈനസ് മോഡ് ടോ ബൈ ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി 1 മൈനസ് മോഡ് ടോ ബൈ ടി, ഓൾറെഡി അവിടെ ഉള്ള ആളാണ്. സി എക്സ് ഓഫ് ടോ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോ 1 മൈനസ് മോഡ് ടോ ബൈ ടി എന്ന് കൂടി കിട്ടി ഇൻറ്റു ടി ടോ. ഓക്കെ, 1 മൈനസ് മോഡ് ടോ ബൈ ടി ഇൻറ്റു 1 മൈനസ് മോഡ് ടോ ബൈ ടി എന്തായി? 1 ബൈ ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി 1 മൈനസ് മോഡ് ടോ ബൈ ടി ഹോൾ സ്ക്വയർ എന്നായി അല്ലെ? ടി ടോ. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഈ 1 മൈനസ് മോഡ് ടോ ബൈ ടി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്, ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ. എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ 1 മൈനസ് മോഡ് ടോ ബൈ ടി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആയത് കാരണം നമുക്ക് ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? 2 ബൈ ടി ഇന്റഗ്രൽ 0 ടു ടി 1 മൈനസ് 0 ടു ടിയില് എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഈ മോഡുലസ് നമുക്ക് ഒഴിവാക്കി കൂടെ? ടോ ബൈ ടി ഹോൾ സ്ക്വയർ ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക? വേണമെങ്കിൽ നിങ്ങൾക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ യു ഈസ് ഈക്വൽ ടു ഞാൻ 1 മൈനസ് ടോ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡി യു ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 മൈനസ് 1 ബൈ ടി ഡി ടോ എന്ന് വരും അല്ലെ? എനിക്കിവിടെ ഡി ടോക്ക് നമ്മൾ ടോയിനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡി ടോ ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ടി ഡി യു ഈസ് ഈക്വൽ ടു ഡി ടോ എന്ന് വരും. ഓക്കെ, ഇനി ലിമിറ്റും കൂടി ചേഞ്ച് ചെയ്യണ്ടേ? നമ്മുടെ ടോ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് യു എന്തായി മാറും? യു ഈസ് ഈക്വൽ ടു 1 മൈനസ് 0 ബൈ ടി, ദാറ്റ് മീൻസ് 1 വരും. ഇനി ടോ ഈസ് ഈക്വൽ ടു ടി ആവുന്ന സമയത്ത് യുവിന്റെ വാല്യൂ എന്ത് വരും? 1 മൈനസ് ടി ബൈ ടി എന്ന് വരും. ദാറ്റ് മീൻസ് 0 വരും. ഓക്കെ, അപ്പൊ ലിമിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു 2 ബൈ ടി ഇന്റഗ്രൽ. ലിമിറ്റ് എങ്ങനെയായി മാറി? ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് 0യും ആയിട്ടാണ് മാറിയത്. അപ്പോ 1 ടു 0 1 മൈനസ് ടോ ബൈ ടി ആയിട്ട് ആരെ റീപ്ലേസ് ചെയ്യണം? യു. യു സ്ക്വയർ ഡി ടോന്റെ പൊസിഷൻ ആരെ കൊടുക്കണം? മൈനസ് ടി ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് ടിനെ ഔട്ട് സൈഡ് എടുത്തൂടെ? അപ്പൊ എന്ത് വരും? മൈനസ് 2 ടി ബൈ ടി ഇന്റഗ്രൽ 1 ടു 0 യു സ്ക്വയർ ഡി യു എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടിയും ഈ ഒരു ടിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി യു സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? മൈനസ് 2 യു ക്യൂബ് ബൈ 3 ലിമിറ്റ് എന്ത് കൊടുക്കണം? 1 ടു 0 കൊടുക്കണം. വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടും? മൈനസ് 2 ബൈ 3. അപ്പർ ലിമിറ്റ് 0 ആണ്, അപ്പൊ 0 മൈനസ് ലോവർ ലിമിറ്റ് 1 അപ്പൊ 1 വിച്ച് ഇസ് ഈക്വൽ എന്ത് വരും? 2 ബൈ മൈനസ് കൂടി പ്ലസ് ആവും 2 ബൈ 3 എന്ന് വരും. സോ നമുക്ക് ടൈം ആവറേജിന്റെ വേരിയൻസ് എന്ത് കിട്ടി? 2 ബൈ 3 എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മീൻ എർഗോഡിക് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മീൻ എർഗോഡിസിറ്റിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി, ആ രീതിയിൽ പ്രൂവ് ചെയ്യാം. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് എന്താണെന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? മീൻ എർഗോഡിക് തിയറം യൂസ് ചെയ്യാം. എന്താ മീൻ എർഗോഡിക് തിയറം പറയുന്നത്? ബൈ മീൻ എർഗോഡിക് തിയറം ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പറയാം അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യല്ലേ? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ എത്ര കിട്ടിയിട്ടുള്ളത്? 2 ബൈ 3. 2 ബൈ 3 ഈസ് ഈക്വൽ ടു 2 ബൈ 3 എന്നാണ് കിട്ടുന്നത്, നോട്ട് ഈക്വൽ ടു 0. അതിന്റെ മീനിങ് എന്താണ്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ആയാൽ നമുക്ക് റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മീൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. Therefore, x of t is not mean ergodic process. Okay. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Prove that the random process x of t with a constant mean is mean ergodic if limit t tends to infinity 1 by 4 t square integral minus t to t integral minus t to t c of t1 t2 dt1 dt2 is equal to 0.
അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റാൻഡം പ്രോസസ്സ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കിവിടെ നമ്മുടെ റാൻഡം പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള കേസിൽ റാൻഡം പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാത്ത കേസിൽ നമ്മൾ എങ്ങനെയാണ് അത് മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ എന്ത് തിയറി യൂസ് ചെയ്യും? മീൻ എർഗോഡിക് തിയറി യൂസ് ചെയ്യും അല്ലെ? ബൈ മീൻ എർഗോഡിക് തിയറം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ലിമിറ്റ് t tends to infinity, variance of xt bar is equal to 0 implies x of t is mean ergodic. ഇതല്ലേ നമ്മുടെ മീൻ എർഗോഡിക് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലിമിറ്റ് t tends to infinity, variance of xt bar equal to 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി എങ്ങനെയാണ് വേരിയൻസ് ഓഫ് xt bar കണ്ടെത്തുക? നമ്മൾ വേരിയൻസ് ഓഫ് xt bar കണ്ടെത്താനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് വേരിയൻസ് ഓഫ് xt bar is equal to 1/t integral minus t to t 1 minus mod tau by t c xx of tau t tau. ഇതാണ് നമ്മുടെ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും സി എക്സ് എക്സ് ഓഫ് ടോ കണ്ടെത്താനുള്ള എന്തെങ്കിലും ഹിൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു റാൻഡം വേരിയബിൾസിൽ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ഹോൾ സ്ക്വയർ. ഇതേ ഐഡിയ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എന്താ വരിക? വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്തൂടെ? സോ നമ്മൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ടൈം ആവറേജ് ഡിഫൈൻ ചെയ്യാം. എന്താണ് ടൈം ആവറേജ്? എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി ഡി ടി. നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ കണ്ടെത്തണം. എങ്ങനെ എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ കണ്ടെത്താം? രണ്ട് സൈഡിലും എന്ത് കൊടുക്കുക? എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്യാം. 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഡി ടി എന്ന് വരും. നമുക്ക് കണ്ടെത്താനുള്ളത് എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ ഹോൾ സ്ക്വയർ എന്താ വരിക? ഇതിന് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വേരിയബിൾ മാറ്റി എഴുതാണ് കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ടി ടി വൺ. ഓക്കെ, ഇൻറ്റു ഇനി ഒരു എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അപ്പൊ എന്ത് വരും? 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു ഡി ടി ടു. ഇങ്ങനെ എഴുതി. ക്ലിയർ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2t ഇൻറ്റു 1/2t എന്ത് വരും? 1/4t സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു ഡി ടി വൺ ഇൻറ്റു ഡി ടി ടു. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ ഹോൾ സ്ക്വയർ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത ആരെ വേണ്ടത്? എക്സ്പെക്ടേഷൻ എക്സ് ടി ബാർ സ്ക്വയറിന്. ഇപ്പൊ എക്സ് ടി ബാർ ഇവിടെ ഉണ്ട്, എക്സ് ടി ബാർ സ്ക്വയർ കണ്ടെത്തണം. എന്താ വരിക എക്സ് ടി ബാർ സ്ക്വയർ എന്ന് പറയുന്നത്? എക്സ് ടി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ടി ബാറിനെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് വരും? 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി വൺ ഡി ടി വൺ വേരിയബിൾ ചേഞ്ച് ചെയ്ത് എഴുതണം. ഇൻറ്റു 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി ടു ഡി ടി ടു. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഇതിനെങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/2t ഇൻറ്റു 2t 4t സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു ഡി ടി വൺ ഇൻറ്റു ഡി ടി ടു. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ സ്ക്വയറിനെയാണ്. അപ്പൊ രണ്ട് സൈഡിൽ എന്ത് കൊടുക്കുക? എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4t സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു ഡി ടി വൺ ഇൻറ്റു ഡി ടി ടു. ഇങ്ങനെ വരും. ഇവിടെ എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു ആരാണ്? നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അല്ലേ? ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടുവിന് ഈക്വൽ അല്ലേ ഇയാള്? അപ്പൊ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ? വിച്ച് ഇസ് ഈക്വൽ എന്ത് വരും? 1/4t സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഡി ടി വൺ ഇൻറ്റു ഡി ടി ടു എന്ന് റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് വേരിയൻസ് കണ്ടെത്തിക്കൂടെ? വേരിയൻസ് ഓഫ് എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ
സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ബാർ സ്ക്വയർ എന്താ കിട്ടിയത്? ഇതാണ് അല്ലെ, 1/4t² ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ആർ എക്സ് എക്സ് ഓഫ് t1 t2 dt1 ഇൻറ്റു dt2 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്താ കിട്ടിയിട്ടുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4t² ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് t2 dt1 dt2. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4t² ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t2 dt1 dt2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്റഗ്രേഷൻ കമ്പൈൻ ചെയ്ത് എഴുതി കൂടെ. 1/4t² കോമൺ ആണ്, അതുപോലെ ഡബിൾ ഇന്റഗ്രൽ മൈനസ് ടി ടു ടിയും കോമൺ ആണ്. ഇനി എന്ത് എഴുതാം, ആർ എക്സ് എക്സ് ഓഫ് t1 t2 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t2 dt1 ഇൻറ്റു dt2. ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി ഇയാൾ ആരാണ്, ആർ എക്സ് എക്സ് ഓഫ് t1 t2 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് t2 എന്തിന് ഈക്വൽ ആണ്, നമ്മുടെ ഓട്ടോ കൊവേരിയൻസ് ഫംഗ്ഷൻ അല്ലേ ഇത്. അപ്പൊ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്തൂടെ, വിച്ച് ഇസ് ഈക്വൽ എന്ത് വരും, 1/4t² ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി സി എക്സ് എക്സ് ഓഫ് t1 t2 dt1 ഇൻറ്റു dt2. വേരിയൻസ് എക്സ് ടി ബാർ എന്താ കിട്ടിയത്, ഇതാണ് അല്ലെ, 1/4t² ഇന്റഗ്രൽ മൈനസ് ടി ടു ടി ഇന്റഗ്രൽ മൈനസ് ടി ടു ടി സി എക്സ് എക്സ് ഓഫ് t1 t2 dt1 ഇൻറ്റു dt2. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഇന്റഗ്രൽ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/4t² ഡബിൾ ഇന്റഗ്രൽ മൈനസ് ടി ടു ടി സി t1 t2 dt1 dt2 എന്താണ്, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് എക്സ് ടി ബാർ ഈക്വൽ ടു 0 ആണ്. അതിന്റെ മീനിങ് എന്താണ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മീൻ എർഗോഡിക് ആണെന്നല്ലേ മീനിങ്. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്തു.